ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു മുമ്പായി എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ബേക്കിങ്ങിലോട്ട് പോകാം. ഇതിനായി ഞാൻ ഒരു ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് ഇതുപോലെ കുക്കർ വെച്ചും നല്ലൊരു അടിപൊളി കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി അല്പം ബട്ടർ കുക്കറിൽ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനായി ഒരു ബൗളിൽ ഒരു കപ്പ് മൈദപ്പൊടി ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് ചേർക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഇട്ട് ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ 5 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരം വേണം എന്നുണ്ടെങ്കിൽ ഷുഗർ അല്പം കൂടി ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ഞാനിപ്പോൾ കറക്റ്റ് അളവാണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അല്പം പാൽ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. പാൽ ഇതുപോലെ കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ബാറ്റർ ലൂസായി പോകും. ഇതുപോലെ നന്നായി ഇളക്കി നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. ഇനി 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നല്ലൊരു സ്മൂത്ത് ബാറ്ററായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. ഇനി ഇത് നേരത്തെ റെഡിയാക്കി വെച്ച കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിലെ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇതുപോലൊരു പാൻ വെച്ച് അതിൻ്റെ മുകളിലാണ് കുക്കർ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഫ്ലെയിം ലോ ആക്കി വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. 25 മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് എന്തായെന്ന് നോക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. കേക്ക് നന്നായി ബേക്കായിട്ടുണ്ട്. സ്റ്റിക്ക് ക്ലീൻ ആണ്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം തണുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ചോക്ലേറ്റ് ഗണേശയെ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ചെറിയ പാനിൽ 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. നന്നായി ഒന്ന് ഷുഗർ മെൽറ്റാക്കി എടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 സ്പൂൺ ബട്ടറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തിക്ക് ചോക്ലേറ്റ് സോസാക്കി എടുക്കണം. ഇനി കേക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഇപ്പോൾ നല്ല അടിപൊളി കേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കഴിക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയാണ് ഇത്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.